ഹലോ ഓൾ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഒഫൻസസ് അഗേൻസ്റ്റ് വുമൻ ആൻഡ് ചൈൽഡ്. സോ നമുക്കറിയാം നമ്മളുടെ സൊസൈറ്റിയിൽ വുമൻസിനും ചിൽഡ്രൻസിനും അഗേൻസ്റ്റ് ആയിട്ട് ഒരുപാട് ഒഫൻസസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ വുമൻസിന് എന്താണ് സ്പെഷ്യൽ റൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പണ്ട് മുതലേ വുമൻസ് ആയാലും ഈ ചിൽഡ്രൻസ് ആയാലും എന്താ ഒരു മൈനോറിറ്റി അല്ലെങ്കിൽ അവരെ പെട്ടെന്ന് താഴ്ത്താൻ പറ്റുന്നത് പോലെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ അതിൽ നിന്നൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഈ പറഞ്ഞ സ്പെഷ്യൽ റൈറ്റ്സ്. ഈവൻ തോ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവർക്കും ഇക്വാലിറ്റി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇക്വിറ്റി എന്ന് പറഞ്ഞൊരു സാധനം കൂടി കൊണ്ടുവരാൻ, ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ റൈറ്റ്സ് നമ്മൾ വുമൻസിനും ചിൽഡ്രൻസിനും ഒക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. സോ ഓൾസോ നമ്മൾ BNS വരുമ്പോൾ പണ്ട് IPC ആയിരുന്നു, ഇപ്പൊ അത് മാറി BNS ആയിട്ടുണ്ട്. BNS വരുമ്പോൾ എന്താണ് ഈ വുമൻസിനും ചിൽഡ്രൻസിനും എതിരെ ഉള്ള ഒഫൻസസ് കുറച്ചും കൂടി കട്ടിയാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർക്കെതിരെ എന്തെങ്കിലും തെറ്റാരെങ്കിലും ചെയ്താൽ അതിന് തക്കതായ ശിക്ഷ നമ്മൾ കൊടുക്കണം അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് ഈ നമ്മള് BNS ഒഫൻസസ് അഗേൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഒഫൻസസിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ ഇവിടെ കാണുന്നത്, ഇവിടെ നമുക്ക് കാണുമ്പോൾ അറിയാം എന്താ, ഇവിടെ നമ്മൾ ഓരോ ഒഫൻസുകളും ഇവിടെ നമ്മൾ അതിന്റെ പെർട്ടിക്കുലർ സെക്ഷൻസും കൊടുത്തിട്ടുണ്ട്. സോ ഇത് ആക്ച്വലി പഠിക്കാൻ കുറച്ച് ഈസിയാണ്. ബിക്കോസ് ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഇവിടെ റേപ്പ് ഇപ്പം സെക്ഷൻ 63 മുതൽ 66 വരെയാണ് പറയുന്നതെങ്കിൽ അടുത്ത ഒഫൻസ് സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ ഹസ്ബൻഡ് അപ്പോൺ ഹിസ് വൈഫ് ഡ്യൂറിങ് സെപ്പറേഷൻ എന്ന് പറയുന്ന ഒഫൻസ് പറയുന്നത് ഏതാണ്? സെക്ഷൻ 67 സോ നമുക്ക് എന്താണ് ഓരോ സെക്ഷൻസും ഇങ്ങനെ ആഡപ്പ് ചെയ്ത് പോവാണ്. അപ്പൊ അത് കറക്റ്റ് ഓർഡറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പഠിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. അടുത്ത ഗ്യാങ് റേപ്പ് നോക്കുകയാണെങ്കിൽ 70, ദെൻ റിപ്പീറ്റ് ഒഫൻസസ് നോക്കുകയാണെങ്കിൽ സെക്ഷൻ 71. സോ അങ്ങനെ ഓരോന്ന് ആഡ് ചെയ്ത് പോവാണ്. അങ്ങനെ ഓരോ ഒഫൻസും അതിന്റെ സെക്ഷൻസും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തപ്പോ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നമ്മളുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് റേപ്പ്. റേപ്പ് BNS പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 63. ഇനി മറ്റൊരു കാര്യം, ഞാനൊരു അഡീഷണൽ പോയിന്റ് പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ഒഫൻസസുകളിൽ മിക്കതും എന്താണ് കൊഗ്നീസബിൾ ഒഫൻസുകളും അല്ലെങ്കിൽ നോൺ ബെയിലബിൾ നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസുകളാണ്. വിച്ച് മീൻസ് എന്താണ് കൊഗ്നീസബിൾ എന്താന്ന് വെച്ചാൽ, നോർമലി ഒരു പോലീസ് ഓഫീസറിന് ഒരാളെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാറണ്ട് എന്ന് പറഞ്ഞൊരു സാധനം വേണം അല്ലെ. മജിസ്ട്രേറ്റ് ഇഷ്യൂ ചെയ്യുന്ന വാറണ്ട് ഉണ്ടെങ്കിൽ പോയി അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇൻ കേസ് ഓഫ് കൊഗ്നീസബിൾ ഒഫൻസസ് എന്താണ്, അങ്ങനെ വാറണ്ടിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ തന്നെ പോലീസിന് പോയിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒഫൻസസ് ആണ് കൊഗ്നീസബിൾ ഒഫൻസ്. അത് നമ്മൾ BNSS അതിനെ പറ്റിയൊക്കെ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ ജസ്റ്റ് ഇങ്ങനത്തെ കേസുകളൊക്കെ കൊഗ്നീസബിൾ ഒഫൻസ് ആണ് ഞാൻ പറയണമെന്നേ ഉള്ളൂ. അപ്പൊ കൊഗ്നീസബിൾ ഒഫൻസ് ആണ്. അതുപോലെ നോൺ ബെയിലബിൾ ആണ്. ബെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ജാമ്യം. ഇതങ്ങനെ ജാമ്യം കിട്ടാൻ കുറച്ച് പണിയാണ്. നോൺ ബെയിലബിൾ ഒഫൻസുകളാണ്. ദെൻ നോൺ കോമ്പൗണ്ടബിൾ എന്ന് വെച്ചാൽ കോംപ്രമൈസ് ഒഫൻസിനാണ് കോമ്പൗണ്ടബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇതൊക്കെ എന്താണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്. വിച്ച് മീൻസ് ഇവിടെ കോംപ്രമൈസ് ഒന്നും നടക്കില്ല. ദെൻ മെയിൻലി ഇതിന്റെ ഒക്കെ ട്രയൽ നടക്കുന്നത് സെഷൻസ് കോർട്ടിലായിരിക്കും. പിന്നെ ചില സെക്ഷൻ അത്രയും കട്ടിയില്ലാത്ത അല്ലെങ്കിൽ അത്രയും സീരിയസ് ഒഫൻസുകൾ അല്ലാത്തത് മജിസ്ട്രേറ്റിന്റെ മുന്നിലും പോവാറുണ്ട്. സോ ഓരോ സെക്ഷനിലൂടെ പോകുമ്പോൾ ഞാൻ ഓരോ കേസ് എങ്ങനത്തെ ഉള്ളതാന്ന് പറഞ്ഞു തരാം. അപ്പൊ ആദ്യത്തെ സെക്ഷൻ ആണ് സെക്ഷൻ 63. അതിനകത്ത് പറയുന്നത് റേപ്പിനെ പറ്റിയിട്ടാണ്. സോ ഈ സെക്ഷനകത്ത് റേപ്പും, അടുത്ത സെക്ഷൻ 64 ഇതിന്റെ പണിഷ്മെന്റിനെ പറ്റിയിട്ട് പറയുന്നത്. സോ ഫസ്റ്റ് ഇതിലപ്പോ 4 ആക്ടുകളും പിന്നെ ഒരു 7 പോയിന്റ്സും കൂടി പറയുന്നുണ്ട്. അപ്പം ആദ്യത്തെ ഈ 4 ആക്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഏതൊക്കെ ആക്ട് ചെയ്യുന്നതാണ് റേപ്പ് എന്നുള്ളതാണ് ഈ 4 പോയിന്റിൽ പറയുന്നത്. അടുത്ത 7 പോയിന്റിൽ പറയുന്നത് അത് ഏത് സാഹചര്യത്തിൽ അല്ലെങ്കിൽ എപ്പോൾ ചെയ്യുമ്പോഴാണ് അത് റേപ്പായിട്ട് മാറുന്നത് എന്നാണ്. സോ ഫസ്റ്റ് പോയിന്റ് എന്താണ്, penetrates his penis into the vagina, mouth, urethra or anus of a woman or forces her to do so with him or someone else. അതായത്
ആ വ്യക്തിയോ അത് നമുക്ക് അയാളെ റേപ്പിസ്റ്റ് എന്നോ അല്ലെങ്കിൽ അക്യൂസ്ഡ് എന്നോ എന്തെങ്കിലും വിളിക്കാം, റേപ്പിസ്റ്റ് എന്ന് വിളിക്കാം. ആ റേപ്പിസ്റ്റ് എന്ത് ചെയ്യുന്നു? ഒന്നെങ്കിൽ ആ പെൺകുട്ടീന്റെ വജൈനയിലോ അല്ലെങ്കിൽ മൗത്ത്, യുറേത്ര, ഏനസ് ഈ 4 പാർട്ടിൽ എവിടെയെങ്കിലും അയാളുടെ പെന്നിസ് എന്ത് ചെയ്യണം? പെനട്രേറ്റ് ചെയ്യണം. പെനട്രേറ്റ് ചെയ്യും, ഒന്നെങ്കിൽ അയാളായിട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോഴാണ് ആ ഒരു ഒഫൻസിന് നമ്മൾ പറയാം, റേപ്പ് ആയിട്ട് പറയാം. രണ്ടാമത് പറയുന്നതാണ് ഇൻസേർട്സ് എനി ഒബ്ജക്ട് ഓർ എനി ബോഡി പാർട്ട് എക്സെപ്റ്റ് പെന്നിസ് ഇൻ ടു ദ വെജൈന, യുറേത്ര ഓർ ഏനസ് ഓർ ഫോഴ്സസ് ഹർ ടു ഡു സോ. അതായത് പെന്നിസ് ഒഴിച്ച് വേറെ എന്തെങ്കിലും ബോഡി പാർട്ട്, അതായത് നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരു ഫിംഗർ ഒക്കെ എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? ആ വുമന്റെ വജൈനയിലോ യുറേത്രയിലോ അല്ലെങ്കിൽ ഏനസിലോ ഇൻസേർട്ട് ചെയ്യുന്നു, അതും റേപ്പിന്റെ അണ്ടറിൽ വരും. ആ ഒരു ഈ ഒബ്ജക്റ്റ് ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്ന നമ്മൾ പല മൂവീസിലും അല്ലെങ്കിൽ പല ഇൻസിഡൻസിലും, റിയൽ ലൈഫ് ഇൻസിഡൻസിലും ഒക്കെ അത് കേട്ടിട്ടുള്ളതാണ്. സോ അതൊക്കെ എന്തിൽ വരുന്നതാണ്? റേപ്പിൽ വരുന്നതാണ്. അല്ലെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് ആണ് മാനിപ്പുലേറ്റ്സ് ഹർ ബോഡി ടു കോസ് സച്ച് പെനട്രേഷൻ ഓർ മേക്സ് ഹർ ഡു സോ ടു ഹിം ഓർ സംവൺ എൽസ്. അതായത് ആ പെൺകുട്ടീന്റെ ബോഡിനെ എന്ത് ചെയ്യണു? മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ ഒരു പെനട്രേഷൻ ഒന്നെങ്കിൽ അയാളായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു പേഴ്സൺ ആയിട്ടോ ചെയ്യിപ്പിക്കുന്നു. നാലാമത്തതാണ് അപ്ലൈസ് ഹിസ് മൗത്ത് ടു ഹർ വജൈന, ഏനസ് ഓർ യുറേത്ര ഓർ മേക്സ് ഹർ ഡു സോ. അതായത് അയാളുടെ മൗത്ത് എന്ത് ചെയ്യുന്നു? ആ പെൺകുട്ടിയുടെ വജൈനയിലോ അല്ലെങ്കിൽ യുറേത്രയിലോ അല്ലെങ്കിൽ ഏനസിലോ എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു, അതും റേപ്പിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി നമ്മൾ പറയുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത് റേപ്പായിട്ട് മാറുന്നത്. അവിടെ 7 പോയിന്റ്സ് ആണ് അവിടെ വരുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് അഗെയിൻസ്റ്റ് ഹെർ വിൽ, അതായത് ആ പെൺകുട്ടിയുടെ ഇഷ്ടമില്ലാണ്ട് ചെയ്യുമ്പോൾ, അവൾക്ക് താല്പര്യമല്ല ഇഷ്ടമില്ലാണ്ട് ചെയ്യുമ്പോഴാണ്. രണ്ടാമത്തതാണ് വിത്തൗട്ട് ഹെർ കൺസെന്റ്, അതായത് അവളുടെ കൺസെന്റ് അവൾ അവിടെ കൊടുക്കുന്നില്ല, അതായത് അവളുടെ താല്പര്യത്തിന് എതിരെയാണ് അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ മൂന്നാമത് പറയുന്നത് വിത്ത് ഹെർ കൺസെന്റ് ബട്ട് ഷീ ഗേവ് ഇറ്റ് ഡ്യൂ ടു ഫിയർ ഓഫ് ഡെത്ത് ഓർ ഹേർട്ട്, അതായത് അവൾ അവളുടെ കൺസെന്റ് അവിടെ കൊടുത്തു, പക്ഷെ എങ്ങനെയാണ് ആ കൺസെന്റ് കൊടുക്കുന്നത്? ഒന്നെങ്കിൽ അവളോ അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള വേറെ ആരെങ്കിലും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളുടെ കൺസെന്റ് വാങ്ങിയത് എന്നുണ്ടെങ്കിൽ അതൊരു റിയൽ അല്ലെങ്കിൽ ഒരു വാലിഡ് കൺസെന്റ് ആയിട്ട് എടുക്കുന്നതല്ല. നാലാമത്തെ പോയിന്റ് ആണ് വിത്ത് ഹെർ കൺസെന്റ് ബട്ട് ഷീ മിസ്റ്റേക്കൻലി ബിലീവ്സ് ദ മാൻ ഈസ് ഹർ ഹസ്ബൻഡ്, അതായത് അവളുടെ കൺസെന്റ് അവിടെ വാങ്ങി. എങ്ങനെയാണ് പക്ഷെ കൺസെന്റ് കിട്ടിയത്? ആ പെൺകുട്ടി വിചാരിച്ചത് ആ വന്ന ആള് അവളുടെ ഹസ്ബൻഡ് ആണ് എന്ന് വിചാരിച്ചിട്ടാണ് അവൾ അവിടെ കൺസെന്റ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ അവിടെയും എന്താണ്? ആ കൺസെന്റ് വാലിഡ് ആയിട്ട് നമ്മൾ എടുക്കില്ല. അഞ്ചാമത്തെ പോയിന്റ് ആണ് വിത്ത് ഹെർ കൺസെന്റ് ബട്ട് ഷീ ഈസ് ഇൻടോക്സിക്കേറ്റഡ്, ഡ്രഗ്ഡ് ഓർ മെന്റലി അൺഫിറ്റ് ആൻഡ് ഡസന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഹാപ്പനിങ്, അതായത് അവിടെയും അവൾ കൺസെന്റ് കൊടുത്തു, പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ കൺസെന്റ് കൊടുത്തിട്ടുണ്ടാവുക? ഒന്നെങ്കിൽ ഇൻടോക്സിക്കേറ്റഡ് ആണ്. ഇൻടോക്സിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ആൽക്കഹോൾ പോലെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട്, സ്വബോധത്തിലല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ മെന്റലി അൺഫിറ്റ് ആണ്. മെന്റലി അൺഫിറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണ് നമ്മളുടെ ലോ പ്രകാരം എന്താണ് കൺസെന്റ് കൊടുക്കാൻ പ്രാപ്തി ഇല്ലാത്ത ഒരാളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ ആ ഒരു പെൺകുട്ടി ഒന്നെങ്കിൽ മെന്റലി അൺഫിറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അവൾക്ക് അറിയത്തില്ല എന്താണ് നടക്കുന്നതെന്ന് അറിയാണ്ടാണ് ഈ പറഞ്ഞ കൺസെന്റ് കൊടുത്തത്. ഇനി ആറാമത്തെ പോയിന്റ് ആണ് ഷീ ഈസ് അണ്ടർ 18 years old. സോ ബൈ ലോ ഒരാൾ കൺസെന്റ് കൊടുക്കണമെങ്കിൽ എന്തായിരിക്കണം? അവര് 18 വയസ്സിന് മേലെ ഉള്ളൊരു ആളായിരിക്കണം. ഇവിടെ ഈ പെൺകുട്ടി 18 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടി ആണെങ്കിൽ ഈവൻ ഇഫ് ഷീ ഗിവ് കൺസെന്റ് എന്താണ്? അത് ഒരു വാലിഡ് കൺസെന്റ് ആയിട്ട് എടുക്കില്ല. ഇനി ഏഴാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഷീ കനോട്ട് കമ്മ്യൂണിക്കേറ്റ് കൺസെന്റ്. എപ്പോഴാണ് ഒരു വ്യക്തിക്ക് കൺസെന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത്? ഒന്നെങ്കിൽ ആ വ്യക്തി അൺകോൺഷ്യസ് ആയിരിക്കണം അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിരിക്കണം. അൺകോൺഷ്യസ് എന്ന് പറയുമ്പോൾ എന്താ? ബോധം കെട്ട് വീഴ, അതായത് ബോധം ഇല്ലാണ്ട് കിടക്കായിരിക്കും. അല്ലെങ്കിൽ പിന്നെ പറയുന്ന ഡിസേബിൾഡ്, അതായത് സംസാരിക്കാൻ പറ്റാത്തൊരു കുട്ടിയാണ്. അങ്ങനൊക്കെ വരുമ്പോഴാണ് എന്ത് കൺസെന്റ് കൊടുക്കാൻ പറ്റാത്തത്. സോ ആ 7 പോയിന്റ് ആണ്. സോ ഇവിടെ മെയിൻലി പറയുന്നത് ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ കൺസെന്റ് കൊടുക്കാത്തൊരു സാഹചര്യത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിനൊക്കെ റേപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു എന്ത് വജൈന എന്ന് പറഞ്ഞൊരു ഇത് നമ്മൾ ആ ആക്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു, 4 ആക്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ വജൈന പറഞ്ഞു. ഈ പറഞ്ഞ വജൈന
വെജൈനയിൽ എന്തും ഇൻക്ലൂഡഡ് ആണ്. ലാബിയ മേജോറ ഈസ് ഓൾസോ ഇൻക്ലൂഡഡ്. ലാബിയ മേജോറ എന്ന് പറയുന്നത് ഔട്ടർ ഫീമെയിൽ ജെനൈറ്റൽ പാർട്ട് ആണ്, അതും ഇൻക്ലൂഡഡ് ആണ്. അവിടെ പെനട്രേഷൻ സംഭവിച്ചാലും മതി. ഇനി കൺസെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ക്ലിയർ ആൻഡ് വോളണ്ടറി എഗ്രിമെന്റ് ആയിരിക്കണം. അതായത് ആ പെൺകുട്ടി വ്യക്തമായിട്ട് പറയണം. ഒന്നെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ജെസ്റ്റേഴ്സ് വഴിയെങ്കിലും അവളുടെ ഒരു വോളണ്ടറി എഗ്രിമെന്റ് അവിടെ ഉണ്ടാവണം. അവള് സ്വയം വോളണ്ടറി എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ എന്താ, സ്വയം കൊടുത്തതായിരിക്കണം ഈ പറഞ്ഞ കൺസെന്റ്. ആരും ഭീഷണിപ്പെടുത്തിയോ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കുറച്ച് സാഹചര്യങ്ങൾ പറഞ്ഞു കൺസെന്റ് കൊടുക്കുന്നുണ്ട് പക്ഷെ വോളണ്ടറി ആണോ, അല്ല, എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ബോധമില്ലാത്ത സമയത്തൊക്കെ, അതൊന്നും നമ്മൾ വോളണ്ടറി എഗ്രിമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഇനി പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു പെൺകുട്ടി ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ത്രീ ആ സമയത്ത് റെസിസ്റ്റ് ചെയ്യുന്നില്ല, അതായത് ചിലപ്പോ നമുക്ക് പറയാൻ പറ്റില്ല എന്ത് കാരണം കൊണ്ടാണ് അവർ റെസിസ്റ്റ് ഉള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾ എന്തായിട്ട് എടുക്കില്ല, ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി മീൻ കൺസെന്റ്. അതിനർത്ഥം അവർ കൺസെന്റ് തന്നു എന്നതല്ല. ഓക്കെ, ഇനി നമ്മൾ 2 എക്സെപ്ഷൻസ് ആണ് പറയുന്നത്. അതായത് എന്തെങ്കിലും മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുകയാണ്, ഈ മേളിൽ പറഞ്ഞ 4 ആക്ട് ഈ പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ ചെയ്യുകയാണ്, അതൊരു മെഡിക്കൽ പ്രൊസീജിയറിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അത് റേപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഓൾസോ ഒരു ഹസ്ബൻഡ് തന്റെ വൈഫിനോട് ചെയ്യുന്ന സെക്സ് ഉണ്ടല്ലോ, അത് ആ പെൺകുട്ടി 18 വയസ്സോ അല്ലെങ്കിൽ അതിന് മേളിലോ ആണെങ്കിൽ അതിനെ നമ്മൾ റേപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അത്രയാണ് സെക്ഷൻ 63 പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 64, പണിഷ്മെന്റ് ഫോർ റേപ്പ്. ഓക്കെ, ഇതിനകത്ത് ഒരു ജനറൽ പണിഷ്മെന്റ് ഫോർ റേപ്പും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ചു സീരിയസ് ആയിട്ടുള്ള പണിഷ്മെന്റും ഉണ്ട്. അത് നമുക്ക് ആദ്യം ജനറൽ പണിഷ്മെന്റ് പറഞ്ഞിട്ട് അത് അടുത്തതിലേക്ക് പോകാം. സെക്ഷൻ 64 ആദ്യത്തെ ജനറൽ പണിഷ്മെന്റ് ഫോർ റേപ്പ് എന്ന് പറയുന്നത്, ഇഫ് എനി മാൻ commits rape and none of the special conditions given below apply. അതായത് നമ്മൾ രണ്ടാമത് പറയുന്ന സീരിയസ് പണിഷ്മെന്റ് ഉണ്ടല്ലോ, ആ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ആ ലിസ്റ്റ്, അതായത് ഒരു ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റ് ഓഫ് പേഴ്സൺസിനകത്ത് ഇൻക്ലൂഡഡ് ആകാത്തൊരു മനുഷ്യനാണ് ഒരു പെൺകുട്ടീനെ റേപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്തായിരിക്കും? റിഗറസ് ഇംപ്രിസൺമെന്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 10 years which can go up to life imprisonment. റിഗറസ് ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പ് ഓഫ് ഇംപ്രിസൺമെന്റ് ഉണ്ട്, സിമ്പിൾ ഇംപ്രിസൺമെന്റും റിഗറസ് ഇംപ്രിസൺമെന്റും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, സിമ്പിൾ ഇംപ്രിസൺമെന്റ് വരുമ്പോ പണിയൊന്നും എടുക്കണ്ട. നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, ഈ ജയിൽ പുള്ളികളൊക്കെ മറ്റേ പാറ പൊട്ടിക്കൽ അങ്ങനെ ഭയങ്കര കട്ടിയുള്ള പണികളൊക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ടല്ലേ. ഈ റിഗറസ് ഇംപ്രിസൺമെന്റ് കിട്ടുന്ന പ്രതികളെയാണ് എന്തിനു വേണ്ടി വിധേയമാക്കുന്നത്, ഈ പറഞ്ഞ കട്ടിയുള്ള ജോലിയൊക്കെ കൊടുക്കുന്നത് അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കാണ്. സിമ്പിൾ ഇംപ്രിസൺമെന്റ് ആകുമ്പോൾ അങ്ങനെയൊന്നുമില്ല, വെറുതെ ജയിലിൽ കിടന്നാൽ മതി. സോ റേപ്പ് ചെയ്താല് എന്താ പണിഷ്മെന്റ്? റിഗറസ് ഇംപ്രിസൺമെന്റ് ഫോർ അറ്റ്ലീസ്റ്റ് 10 years. അതായത് 10 വർഷമാണ് തുടങ്ങുന്നത്, അത് എത്ര നാള് പോവാൻ പറ്റും? ലൈഫ് ഇംപ്രിസൺമെന്റ്, ജീവപര്യന്തം വരെ പോവാൻ പറ്റും. ആൻഡ് ഓൾസോ ഫൈനും അവിടെ ഈടാക്കുന്നതായിരിക്കും. ഫൈൻ ഈസ് ഓൾസോ ഇമ്പോസ്ഡ്. ആൻഡ് ഈ പറഞ്ഞ ഫൈൻ എന്താ ചെയ്യുന്നത്? വിക്ടിമിന് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. വിക്ടിമിന്റെ മെഡിക്കൽ ആൻഡ് അവരൊന്ന് ശരിയായി വരാൻ വേണ്ടിയിട്ട് എത്ര റീസണബിൾ ആയിട്ടൊരു എമൗണ്ട് കോടതി പറയും, അതായിരിക്കും വിക്ടിമിന് കൊടുക്കുന്ന എമൗണ്ട്. ഇനി നമ്മൾ പറയുന്ന രണ്ടാമത്തത് എൻഹാൻസ്ഡ് പണിഷ്മെന്റ് ഇൻ സ്പെഷ്യൽ കേസസ്. ആ സ്പെഷ്യൽ കേസസിൽ വരുന്ന ആൾക്കാർ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ പറയും. ആദ്യം നമുക്ക് അവരുടെ പണിഷ്മെന്റ് എന്തൊക്കെയാന്ന് നോക്കാം. അവർക്ക് കുറച്ചും കൂടി സ്ട്രിക്റ്റർ പണിഷ്മെന്റ് ആയിരിക്കും കൊടുക്കുന്നത്. കാരണം ആ വ്യക്തികള് ഒരു ഈ പറഞ്ഞ പെൺകുട്ടിയെ ഒന്നെങ്കിൽ സേഫ് ഗാർഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനോ ഉള്ള ആളായിരിക്കും. അയാളാണ് ഈ പറഞ്ഞ റേപ്പ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ്, കുറച്ചും കൂടി എൻഹാൻസ്ഡ് പണിഷ്മെന്റ് ആയിരിക്കും കിട്ടുന്നത്. അത് എത്രയാണ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്? അവിടെയും മിനിമം തുടങ്ങുന്നത് 10 years ഓഫ് റിഗറസ് ഇംപ്രിസൺമെന്റ് ആണ്. ക്യാൻ എക്സ്റ്റെൻഡ് ടു ലൈഫ് ഇംപ്രിസൺമെന്റ്. ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് വെച്ചാൽ അയാളുടെ നാച്ചുറൽ ലൈഫ്, അതായത് അയാൾ മരിക്കുന്നിടം വരെ ജയിലിൽ കിടക്കണം. ആ ഒരു ഇതാണ് പറയുന്നത്. അതാണ് എൻഹാൻസ്ഡ് പണിഷ്മെന്റ് ഇവിടെ പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നതാണ് ഫൈനും ഇയാള് എന്ത് കൊടുക്കേണ്ടി വരും? ആ പെൺകുട്ടിക്ക് ഫൈനും കൊടുക്കേണ്ടി വരും. ഇനി ആരൊക്കെയാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ കേസസിൽ വരുന്ന ആൾക്കാരെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് എ പോലീസ് ഓഫീസർ ഇൻ ഹിസ് ഓൺ സ്റ്റേഷൻ ഏരിയ, ഇൻസൈഡ് ദ പോലീസ് സ്റ്റേഷൻ
ഓൺ എ വുമൻ ഇൻ പോലീസ് കസ്റ്റഡി. അതായത് ഒന്നെങ്കിൽ ഒരു പോലീസ് ഓഫീസർ അയാളുടെ സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഒരു പെൺകുട്ടീനെ റേപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ വെച്ചിട്ട് റേപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു സ്ത്രീനെ റേപ്പ് ചെയ്താൽ എന്താണ് അയാൾക്ക് കിട്ടുന്നത്? എൻഹാൻസ്ഡ് പണിഷ്മെന്റ് ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു പബ്ലിക് സെർവന്റ് അയാളുടെ ഒന്നെങ്കിൽ അയാളുടെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെയോ കസ്റ്റഡിയിലുള്ള പെൺകുട്ടീനെ, ഓൺ എ വുമൻ ഇൻ ഹിസ് ഓർ അനദർ പബ്ലിക് സെർവൻസ് കസ്റ്റഡിയിലുള്ള ഒരു പെൺകുട്ടീനെ എന്ത് ചെയ്യുന്നു? റേപ്പ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എൻഹാൻസ്ഡ് പണിഷ്മെന്റ് ആയിരിക്കും. മൂന്നാമത് പറയുന്നതാണ് ആൻ ആർമി പേഴ്സണൽ. അതായത് ഒരു ആർമിയിലുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു? ഒരു സിവിലിയൻ, അവർക്ക് ഓരോ ഏരിയ ആയിരിക്കുമല്ലോ കൊടുക്കുന്നത്. ആ ഏരിയയിലുള്ള ഏതെങ്കിലും സിവിലിയനെ റേപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ എൻഹാൻസ്ഡ് പണിഷ്മെന്റ് ആയിരിക്കും. ഇനി ഒരു ജയിലോ അല്ലെങ്കിൽ റിമാൻഡ് ഹോമിലൊക്കെ സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യുന്നു? ഒരു വുമൺ ഇൻമേറ്റിനെ റേപ്പ് ചെയ്യുകയാണെങ്കിൽ എൻഹാൻസ്ഡ് പണിഷ്മെന്റ് ആയിരിക്കും. ഇനി ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സും അതുപോലെ തന്നെ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, അവരാരെങ്കിലും അവിടെയുള്ള ഒരു പേഷ്യന്റിനെ റേപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്കും എൻഹാൻസ്ഡ് പണിഷ്മെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ ഓർ ടീച്ചർ ഓർ പേഴ്സൺ ഇൻ ട്രസ്റ്റ്, അതായത് ആ പെൺകുട്ടീനെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരാള്, അവളുടെ റിലേറ്റീവോ ഗാർഡിയനോ ടീച്ചറോ, അവരാരെങ്കിലും ആ പെൺകുട്ടീനെ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീനെ റേപ്പ് ചെയ്യുകയാണെങ്കിൽ അയാൾക്കും എൻഹാൻസ്ഡ് പണിഷ്മെന്റ് ആണ് കൊടുക്കുന്നത്. ഇനി എനിവൺ ഡ്യൂറിങ് കമ്മ്യൂണൽ ഓർ റിലീജിയസ് വയലൻസ് ഓൺ എ pregnant woman, on a woman who can't give consent, on a woman with a mental or physical disability, while also causing serious injury, harm, or death of the woman, repeatedly rapes the same woman in a position of power or control over the woman. അതായത് ഏതെങ്കിലും ഒരു കമ്മ്യൂണൽ അല്ലെങ്കിൽ റിലീജിയസ് വയലൻസ് സംഭവിക്കും. ഇപ്പൊ അത് ഗുജറാത്ത് റയോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഫേമസ് ആയി അറിയുന്ന ഒരു കേസൊക്കെ ഉണ്ട്. എന്താ, ഒരു കമ്മ്യൂണൽ അല്ലെങ്കിൽ റിലീജിയസ് വയലൻസ് നടക്കുമ്പോൾ അവിടെ റേപ്പ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു പ്രഗ്നന്റ് വുമണിനെ റേപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺസെന്റ് കൊടുക്കാൻ പറ്റാത്ത ഒരു പെൺകുട്ടീനെ റേപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെന്റലി ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടൊരു പെൺകുട്ടീനെ റേപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ പെൺകുട്ടീനെ സീരിയസ് ആയിട്ട് ഇഞ്ചുറി പെടുത്തി, അതായത് ആദ്യം നല്ല ഉപദ്രവിച്ച് എന്നിട്ടാണ് റേപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടീനെ ഒരു സ്ത്രീനെ റിപ്പീറ്റഡ്ലി റേപ്പ് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് പറയുന്നത് ആ പെൺകുട്ടീന്റെ മേലെ പവർ അല്ലെങ്കിൽ കൺട്രോൾ ഉള്ള ഒരാള് അവളെ എന്ത് ചെയ്യുന്നു? റേപ്പ് ചെയ്യും. കാരണം അപ്പോഴൊക്കെ അവിടെ സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി എന്താണ്? നിസ്സഹായായി പോവുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇവർക്കൊക്കെ എൻഹാൻസ്ഡ് പണിഷ്മെന്റ് കൊടുക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഓക്കെ, അതിനു മുന്നേ ഞാൻ IPC ഇതിന്റെ ഒക്കെ സെക്ഷൻസ് എന്താന്ന് ജസ്റ്റ് പറയാം. IPC റേപ്പിന്റെ സെക്ഷൻ വരുന്നത് സെക്ഷൻ 375 ആയിരുന്നു. ആൻഡ് ഈ ഒരു റേപ്പ് എന്ന് പറഞ്ഞ ഒഫൻസ് എന്താണ്? കോഗ്നീസബിൾ ആണ്. ആൻഡ് കോഗ്നീസബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. അതുപോലെ തന്നെ നോൺ ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്. ആൻഡ് ഫസ്റ്റ് ഇത് ട്രയൽ നടത്തുന്നത് ഒരു സെഷൻസ് കോർട്ടിലായിരിക്കും. ഇനി നമ്മൾ പണിഷ്മെന്റ് ഫോർ റേപ്പ് IPC പറയുന്നത് സെക്ഷൻ 376 ക്ലോസ് 1 ആൻഡ് 2 ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നതാണ് സെക്ഷൻ 65 ക്ലോസ് 1 ആൻഡ് 2. അവിടെ പറയുന്നത് പണിഷ്മെന്റ് ഫോർ റേപ്പ് ഇൻ സർട്ടൈൻ കേസസ്. അതായത് ഇത് ഈ റേപ്പ് 16 അല്ലെങ്കിൽ 12 വയസ്സുള്ള പെൺകുട്ടീനെ റേപ്പ് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. അവിടെ എന്താ നടക്കുന്നത്? ഇപ്പം ഒരാള് 16 വയസ്സിന് അടിയിലുള്ള ഒരു പെൺകുട്ടീനെയാണ് റേപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ശിക്ഷ എത്ര ആയിരിക്കും? മിനിമം 20 വർഷവും അത് എത്ര നാള് വരെ പോവാൻ പറ്റും? ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ പോവാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ടിൽ നാച്ചുറൽ ഡെത്ത്, അയാളുടെ ശരിക്കും മരിക്കുന്നിടം വരെയും, അല്ലെങ്കിൽ അയാളുടെ മേലെ ഫൈന് വിക്ടിമിന് കൊടുക്കാനുള്ള ഫൈൻ ഇമ്പോസ് ചെയ്യാം. ആൻഡ് ഈ ഫൈൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? വിക്ടിമിന്റെ മെഡിക്കൽ കെയറിനും റിക്കവറിക്കും വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ഫൈൻ കൊടുക്കുന്നത്. ഓക്കെ, അതാണ് 16 വയസ്സിന് അടിയിലുള്ള പെൺകുട്ടീനെ റേപ്പ് ചെയ്ത ആളുള്ള പണിഷ്മെന്റ്. ഇനി 12 വയസ്സുള്ള പെൺകുട്ടീനെ റേപ്പ് ചെയ്താലും അവിടെയും മിനിമം പറയുന്നത് 20 വർഷവും
എത്ര നാൾ വരെ നീണ്ടു പോകാൻ പറ്റും? ജീവപര്യന്തം വരെ നീണ്ടു പോവുകയും അല്ലെങ്കിൽ എന്തും കൊടുക്കാൻ പറ്റും? ഡെത്ത് പെനാൽറ്റി. അതായത് നമുക്കറിയാം ഏറ്റവും റെയറസ്റ്റ് ഓഫ് ദി റെയർ കേസിന് മാത്രമേ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പറഞ്ഞിട്ടുള്ളൂ? ഈ പറഞ്ഞ ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്നുള്ളൂ. സോ ഒരു 12 വയസ്സിനടിയിലുള്ള ഒരു പെൺകുട്ടിനെ റേപ്പ് ചെയ്യുന്ന പ്രതിക്ക് എന്ത് വരെ കൊടുക്കാം? ഡെത്ത് പെനാൽറ്റി വരെ കൊടുക്കാൻ പറ്റും. ആൻഡ് ഓൾസോ അവിടെയും ഫൈൻ ഇമ്പോസ് ചെയ്യും. ഫൈൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ആ പെൺകുട്ടിയുടെ ട്രീറ്റ്മെന്റിനും റീഹാബിലേഷനും വേണ്ടിയിട്ടായിരിക്കും. ഇനി IPC ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്ഷൻ 65 ക്ലോസ് 1 and 2 ആയിരുന്നു. സോറി, സെക്ഷൻ 376 ക്ലോസ് 3 and 376 AB ആയിരുന്നു. ഇപ്പോഴാണ് സെക്ഷൻ 65 ക്ലോസ് 1 and 2 ആയത്. ഈ കേസസും എന്താണ്? ഈ കേസസും കൊഗ്നീസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്. അതുപോലെ തന്നെ കോർട്ട് ഓഫ് സെഷനിലാണ് ട്രയൽ നടത്തുന്നത്. ഓക്കെ, അടുത്തതാണ് സെക്ഷൻ 66, പണിഷ്മെന്റ് ഫോർ കോസിംഗ് ഡെത്ത് ഓർ റിസൾട്ടിങ് ഇൻ പെർസിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് ഓഫ് വിക്ടിം. അതായത് ഒന്നെങ്കിൽ റേപ്പ് ചെയ്ത് ആ പെൺകുട്ടി മരിക്കുകയോ അല്ലെങ്കിൽ കോമയിലാവുകയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? If a person commits rape as per section 64 clause 1 or 64 clause 2, അത് നമ്മൾ റേപ്പ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഡ്യൂറിങ് ദാറ്റ് ആക്ട് ഒന്നെങ്കിൽ ആ വുമൺ എന്ത് ചെയ്യുന്നു? മരിക്കുന്നു അല്ലെങ്കിൽ കോമയിലേക്ക് മാറുന്നു. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്തൊക്കെയാണ്? മിനിമം 20 years of rigorous imprisonment, may be extended to life imprisonment, അതായത് എൻറ്റയർ ലൈഫ് ഇൻ ജയിലായിരിക്കും, അല്ലെങ്കിൽ ഡെത്ത് പെനാൽറ്റി വരെ അയാൾക്ക് കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ് ഈ പറഞ്ഞ റേപ്പ് ചെയ്തൊരു പെൺകുട്ടീനെ ഒന്നെങ്കിൽ ആ പെൺകുട്ടീന്റെ ഡെത്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ ആ പെൺകുട്ടി കോമയിലേക്ക് പോയാലുള്ള ശിക്ഷകളാണ് ഈ പറഞ്ഞത് 3 എണ്ണം. ഇനി IPC നോക്കുകയാണെങ്കിൽ IPC സെക്ഷൻ 376 A ഇത് പറഞ്ഞത്. ഇതും എന്താണ്? കൊഗ്നീസബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്, നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്. ആൻഡ് ഇതിന്റെ ട്രയല് ആദ്യം ആരാ നടത്തുന്നത്? കോർട്ട് ഓഫ് സെഷനിലായിരിക്കും നടത്തുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നതാണ് സെക്ഷൻ 67. സെക്ഷൻ 67 പറയുന്നത് സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ ഹസ്ബൻഡ് അപ്പോൺ ഹിസ് വൈഫ് ഡ്യൂറിങ് സെപ്പറേഷൻ. സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹസ്ബൻഡും വൈഫും മാറി താമസിക്കുകയാണ്. ഓക്കെ, ബൈ ദ ഡെഫിനിഷൻ അല്ലെങ്കിൽ ബൈ ദ വേർഡ് നമുക്ക് മനസ്സിലാവും. സെപ്പറേഷൻ സമയത്ത് ഒരു ഹസ്ബൻഡ് തന്റെ വൈഫിനോട് കൂടി സെക്സ് ചെയ്യുമ്പോഴുള്ള ശിക്ഷകളാണ്. If a man has sexual intercourse with his own wife, but the wife is living separately, whether legally through court or just in practice, and does not give consent. Okay, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എന്തില്ല? അവൾ അവളുടെ കൺസെന്റ് കൊടുത്തിട്ടില്ല ആൻഡ് അവര് സെപ്പറേറ്റ്ലി താമസിക്കുകയാണ്. ഒന്നെങ്കിൽ ലീഗലി ആയിരിക്കണം അല്ലെങ്കിൽ ബൈ പ്രാക്ടീസ്, ജസ്റ്റ് ഇൻ പ്രാക്ടീസ് അവർ മാറി താമസിക്കുമ്പോൾ അവൾ അവളുടെ കൺസെന്റ് ഇല്ലാണ്ട് ആ ഹസ്ബൻഡ് സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? ജയിൽ ഫോർ അറ്റ്ലീസ്റ്റ് 2 years. അറ്റ്ലീസ്റ്റ് 2 years, അതായത് 2 വർഷം മുതൽ തുടങ്ങാം. ആൻഡ് അപ് ടു 7 years, അത് 7 വർഷം വരെ പോകാം. ആൻഡ് ഓൾസോ ഫൈനും അവിടെ അയാളുടെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇനി ഒരു നോട്ട് പറയുന്നത് എന്താണ്? Sexual intercourse here means any of the act listed under section 63A to D, like penetration, oral sex, or insertion using body part or object. അതായത് നമ്മൾ ആദ്യം റേപ്പ് പറഞ്ഞ സമയത്ത് പറഞ്ഞ സെക്ഷൻ ആണ് സെക്ഷൻ 63. അതിനകത്തൊരു A to D വരെ പറയുന്നില്ലേ? അതിനകത്ത് ഏതൊരു ആക്ട് ചെയ്താലും അത് സെക്ഷൽ ഇന്റർകോഴ്സിന്റെ ഇടയ്ക്ക് അടിയിൽ വരുന്നതായിരിക്കും. ഓക്കെ, അയാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്തൊക്കെയാണ്? അറ്റ്ലീസ്റ്റ് 2 years, അപ് ടു 7 years, അതുപോലെ തന്നെ ഫൈനും കൊടുക്കേണ്ടി വരും. ഇനി ഈ ഒരു സെക്ഷൻ IPC പറഞ്ഞത് സെക്ഷൻ 376 B ആൻഡ് ഓൾസോ ഈ കേസ് എന്താണ്? കൊഗ്നീസബിൾ ആണ്. ആൻഡ് ഈ ഒരു കേസ് എപ്പോൾ മാത്രമേ പോകുള്ളൂ? ആ ഒരു വിക്ടിം, അതായത് ഭാര്യ പോയിട്ട് കേസ് ഫയൽ ചെയ്താൽ മാത്രമേ അവിടെ ആ കേസ് നിലനിൽക്കുള്ളൂ. അതുപോലെ തന്നെ അത് ബെയിലബിൾ ആണ്. ബെയിലബിൾ എന്ന് വെച്ചാൽ ജാമ്യം കിട്ടുന്ന കേസാണ്. ആൻഡ് ഓൾസോ ട്രയബിൾ ബൈ കോർട്ട് ഓഫ് സെഷൻ. കോർട്ട് ഓഫ് സെഷനിലാണ് ഇത് ട്രയൽ നടത്തുന്നത്. ഓക്കെ, അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 68. സെക്ഷൻ 68 പറയുന്നതാണ് സെക്ഷൽ ഇന്റർകോഴ്സ് വിത്ത് എ പേഴ്സൺ ഇൻ അതോറിറ്റി. ഇത് ആക്ച്വലി നമ്മൾ
എന്താണ് ഈ അതോറിറ്റിയിൽ വരുന്ന ആൾക്കാരെ നമ്മൾ ആ എൻഹാൻസ്ഡ് പണിഷ്മെന്റിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അത് നമുക്ക് ഇവിടെ നോക്കാം. So if a man in a position of authority is in a position of trust or authority, അതായത് ഒരു ട്രസ്റ്റഡ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടിന്റെ മേലെ അതോറിറ്റി ഉള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് എന്ന് വെച്ചാൽ ഒരു ടീച്ചറോ ഗാർഡിയനോ അല്ലെങ്കിൽ ഒരു എംപ്ലോയറോ ആണ്, അല്ലെങ്കിൽ ഒരു പബ്ലിക് സെർവന്റോ, അല്ലെങ്കിൽ ഒരു എന്താ ജയിലിന്റെ സൂപ്രണ്ടന്റ്, അതായത് ഓരോ ജയിലിലും സൂപ്രണ്ടന്റ് അല്ലെങ്കിൽ റിമാൻഡ് ഹോമിൽ അല്ലെങ്കിൽ ചിൽഡ്രൻ അല്ലെങ്കിൽ വുമൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ചിൽഡ്രൻ അല്ലെങ്കിൽ വുമൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഓർഫനേജ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ വല്ല സൂപ്രണ്ടന്റോ അല്ലെങ്കിൽ മാനേജേഴ്സോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നടത്തുന്ന മാനേജേഴ്സ് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും, ഡോക്ടറോ സ്റ്റാഫുകളോ ആരെങ്കിലും ആണ് എന്ത് ചെയ്യുന്നത്, ആൻഡ് ഹി മിസ്യൂസസ് ഹിസ് പവർ. അവരുടെ പവർ എന്ത് ചെയ്യുന്നു, അവര് മിസ്യൂസ് ചെയ്യുന്നു. ഇവിടെ അവര് റേപ്പ് അല്ല, പകരം എന്തെങ്കിലും മെന്റൽ പ്രഷർ കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സെഡ്യൂസ് ചെയ്ത് ആ ഒരു സ്ത്രീയായിട്ട് എന്ത് ചെയ്യുന്നു, സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുകയാണ്. മേ ബി എന്താണ് ഇവരെ മറ്റേ റേപ്പ് ചെയ്യുന്ന പോലെ പിടിച്ചു വലിച്ച് അങ്ങനെ ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും കാണിച്ച് ട്രിക്ക് ചെയ്ത്, അതായത് ഇപ്പോ ഏതെങ്കിലും ഹയർ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ലോവർ പൊസിഷനിൽ നിൽക്കുന്ന ആളെ എന്തെങ്കിലും മെന്റൽ പ്രഷർ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞ് ട്രിക്ക് വഴി എന്ത് ചെയ്യാം, ഈ പറഞ്ഞ സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യാം. അതെന്തായിരിക്കില്ല, ഈവൻ ഇഫ് ഇറ്റ് ഇസ് നോട്ട് റേപ്പ്, എന്ത് വരും, സെക്ഷൻ 67 അണ്ടറിൽ വരും. അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്, റിഗറസ് ഇംപ്രിസൺമെന്റ് ഫോർ 5 to 10 years, 5 വർഷം മുതൽ 10 വർഷം വരെയുള്ള റിഗറസ് ഇംപ്രിസൺമെന്റും ഫൈൻ ഈസ് ഓൾസോ ആപ്ലിക്കബിൾ. അവരുടെ കയ്യിൽ നിന്ന് ഫൈനും അവർക്ക് വാങ്ങാൻ പറ്റും. സോ ഇതൊക്കെയാണ് സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ പേഴ്സൺ ഇൻ അതോറിറ്റിയിൽ പറഞ്ഞത്. ഇത് പറഞ്ഞ സെക്ഷൻ 68 ആണ്, സോറി ഞാൻ 67 എന്ന് പറഞ്ഞു, 68 പറയുന്നത്. ആൻഡ് അത് IPC വരുമ്പം ഏതാണ് സെക്ഷൻ 376C ആണ് IPC പറയുന്നത്. ആൻഡ് ഈ ഒരു ഒഫൻസും എന്താണ്, കൊഗ്നൈസബിൾ ആയിട്ടൊരു ഒഫൻസ് ആണ്, നോൺ ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്, ആൻഡ് ഓൾസോ ഇത് ട്രയൽ നടത്തുന്ന കോർട്ട് ഓഫ് സെഷനിലാണ്. ഇനി അടുത്ത പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 69. സെക്ഷൻ 69 പറയുന്നത് സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ എംപ്ലോയിങ് ഡിസൈറ്റ്ഫുൾ മീൻസ്, അതായത് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് പറ്റിച്ചിട്ട് ഒരു പെൺകുട്ടിയായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യുന്നതിനാണ് സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ ഡിസൈറ്റ്ഫുൾ മീൻസ് എന്ന് പറയുന്നത്. If a man has sexual intercourse with a woman and he does it by lying or by making a false promise to marry with no real intention to marry her, or by using deceitful means like false promise of job or promotion, hiding his real identity, example pretending to be someone else. അതായത് ഒരു ആൾ എന്ത് ചെയ്യുകയാണ്, ഒരു പെൺകുട്ടീനോട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞോ അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിക്കാന്നൊക്കെ വാഗ്ദാനം കൊടുത്തിട്ട്, അതായത് ശരിക്കും അയാൾക്ക് ഉദ്ദേശമൊന്നുമില്ല പെൺകുട്ടീനെ കല്യാണം കഴിക്കാനായിട്ട്, ജസ്റ്റ് ഈ പറഞ്ഞ സെക്സ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ സെക്സിൽ ഏർപ്പെടാൻ വേണ്ടി ചുമ്മാ കള്ളം പറഞ്ഞു, ദാറ്റ് ഓക്കെ ഞാൻ നിന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് വാക്ക് കൊടുത്തിട്ട് സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുകയാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈറ്റ്ഫുൾ മീൻസ് ഉപയോഗിച്ച്, അതായത് എന്തെങ്കിലും ജോബിൽ എന്റെ കൂടെ ഇതിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ജോബ് തരാം, അല്ലെങ്കിൽ ജോബിൽ പ്രൊമോഷൻ തരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അയാള് വേറെ ഒരാളായിട്ട് പ്രിറ്റൻഡ് ചെയ്തിട്ടെങ്കിൽ, അതൊക്കെയാണ് ഈ പറഞ്ഞ ഡിസൈറ്റ്ഫുൾ മീൻസ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക്, ആൻഡ് ദിസ് ഇസ് നോട്ട് എ റേപ്പ്, ബിക്കോസ് അവിടെ എന്താണ്, അവളുടെ കൺസെന്റ് അവൾ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവളുടെ വില്ലോട് കൂടിയാണ് ചെയ്യുന്നത്, പക്ഷെ എന്താണ് പറ്റിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ വരുന്നത് ഏത് സെക്ഷനിലാണ്, സെക്ഷൻ 69 ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ വരുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഇംപ്രിസൺമെന്റ് അപ് ടു 10 years, 10 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും ഇമ്പോസ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ഒഫൻസ് IPC പറഞ്ഞിട്ടില്ല, കാരണം ഇതെന്താണ്, ഒരു പുതിയ സെക്ഷൻ ആണ്, BNS വന്നിട്ടുള്ള ഒരു പുതിയ സെക്ഷൻ ആണ് സെക്ഷൻ 69. IPC ഇത് പറഞ്ഞിട്ടില്ല. ഇതെന്താണ്, ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ആണ്, നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആൻഡ് ട്രയബിൾ ബൈ കോർട്ട് ഓഫ് സെഷനിലാണ് ഇതിന്റെ ട്രയൽ നടക്കുന്നത്.
ഇനി അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 70. അതിൽ പറയുന്നത് ഗ്യാങ് റേപ്പിനെ പറ്റിയിട്ടാണ്. ഗ്യാങ് റേപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്താണ് ഈ ഗ്യാങ് റേപ്പ് എന്നൊക്കെ ഉള്ളത്. അതായത് ഒന്നിൽ കൂടുതൽ ആള് അല്ലെങ്കിൽ ഒരേ ഇന്റൻഷനോട് കൂടി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഒരു പെൺകുട്ടീനെ റേപ്പ് ചെയ്യുന്നു. ഗ്യാങ് റേപ്പ് ഓഫ് എ വുമൺ 18 ഓർ എബോ. ഇത് ആദ്യം പറയുന്നത് 18 അല്ലെങ്കിൽ 18 വയസ്സിന് മേലുള്ള പെൺകുട്ടീനെ റേപ്പ് ചെയ്താലുള്ള കാര്യമാണ്. If a woman is raped by a group of men or by people acting together with the same intention, then each person involved is considered guilty of rape. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ഓരോ ആൾക്കാരും എന്തായിരിക്കും, അതിന് ഗിൽറ്റി ആയിരിക്കും ആൻഡ് വിൽ ബി പണിഷ്ഡ് വിത്ത്, എന്താ അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റ്, മിനിമം 20 years ഓഫ് റിഗറസ് ഇംപ്രിസൺമെന്റ്. റിഗറസ് ഇംപ്രിസൺമെന്റ് മിനിമം 20 years which may extend to life imprisonment for the rest of their natural life. അതായത് ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ അത് നീണ്ടു പോകാം. എന്ന് വെച്ചാൽ അവരുടെ എത്ര നാൾ അവർ ജീവനോടെ ഉണ്ടോ അത്ര നാളും അവർ ജയിലിൽ കിടക്കുന്ന പോലെ ഉള്ള ശിക്ഷ കിട്ടും. ആൻഡ് ഓൾസോ അവരുടെ കയ്യിൽ നിന്ന് ഫൈനും വാങ്ങുന്നതായിരിക്കും. ആൻഡ് ഈ ഫൈൻ എന്താ, റീസണബിൾ ആയിരിക്കണം. കാരണം നമ്മൾ ആ ഒരു വിക്ടിമിന് കൊടുക്കേണ്ട പൈസയാണ്. അവളുടെ എന്താണ് ഇനിയുള്ള ലൈഫില് എന്താ ഒരു റിക്കവറി കിട്ടാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള പൈസയാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ദാറ്റ് ഷുഡ് ബി റീസണബിൾ ആയിരിക്കണം ആൻഡ് മസ്റ്റ് ബി യൂസ് ടു ഹെൽപ്പ് ദ വിക്ടിംസ് മെഡിക്കൽ കെയർ ആൻഡ് റീഹാബിലേഷന് വേണ്ടിയിട്ടായിരിക്കണം ആ ഒരു ഇത് യൂസ് ചെയ്യേണ്ടത്. അതായത് അത് വേറെ ആരും അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. ഇനി അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞത് 18 ഇയേഴ്സിന് എബോവ് ആണ്. ഇനി 18 ഇയേഴ്സിന് ബിലോ ആണെങ്കിൽ എന്തായിരിക്കും കിട്ടുന്നത്, ലൈഫ് ഇംപ്രിസൺമെന്റ് ഫോർ ദെയർ എൻറ്റയർ ലൈഫ്. അതായത് ജീവപര്യന്തം എത്ര നാള് ജീവനോടുണ്ടോ അത്ര നാളും ജയിലിൽ പോകണം. ആൻഡ് ഓൾസോ ഡെത്ത് പെനാൽറ്റി. ഡെത്ത് പെനാൽറ്റി എന്ന് പറഞ്ഞാൽ അതും സീരിയസ് ഒഫൻസ് ആണ്, അതുകൊണ്ടാണ് ഡെത്ത് പെനാൽറ്റി നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ആൻഡ് ഓൾസോ ഫൈന് മാൻഡേറ്ററി ആണ്. അത് ആ ഫൈൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും, വിക്ടിമിന്റെ മെഡിക്കൽ കെയർ അല്ലെങ്കിൽ റീഹാബിലേഷൻ നീഡിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഫൈന് വിക്ടിമിന് ഡയറക്ട്ലി പേ ചെയ്യണം. ഇനി ഗ്യാങ് റേപ്പ് IPC പറഞ്ഞ സെക്ഷൻ 376D, 376DA ആൻഡ് 376DB ആണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഒഫൻസസ് എന്തൊക്കെയാണ്, കൊഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്, നോൺ ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്. ആൻഡ് ഇത് ട്രയൽ നടത്തുന്നത് കോർട്ട് ഓഫ് സെഷൻസിലാണ്. ഓക്കെ, ഇനി അടുത്തൊരു സെക്ഷൻ ആണ് സെക്ഷൻ 71. അതിൽ പറയുന്നത് പണിഷ്മെന്റ് ഫോർ റിപ്പീറ്റ് ഒഫൻഡേഴ്സ്. ഓക്കെ, നമുക്ക് ഫ്രം ദ വേർഡ് നമുക്ക് മനസ്സിലാവും റിപ്പീറ്റ് ഒഫൻഡേഴ്സ്. അതായത് ഒരാൾ എന്ത് ചെയ്യണു, റിപ്പീറ്റ് ആയിട്ടൊരു ഒഫൻസ് ചെയ്യുന്നു. If a person has already been convicted earlier under section 64, 65, 66 or 70. ഏതൊക്കെയാണ് ഈ സെക്ഷൻസ്, റേപ്പ്, അഗ്രിഗേറ്റഡ് സെക്ഷൽ അസോൾട്ട്, ഗ്യാങ് റേപ്പ്, ഇതൊക്കെയാണ് ഈ പറഞ്ഞ സെക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും ഒരു ഒഫൻസിൽ അയാൾ ഓൾറെഡി കൺവിക്റ്റ് ആണ്. കൺവിക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, കുറ്റം ചുമത്തി, കുറ്റം തെളിയിക്കപ്പെട്ട ആളെയാണ് നമ്മൾ കൺവിക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇയാളുടെ മേലെ ഒരു ഓൾറെഡി ഇന്നൊരു കുറ്റം തെളിയിച്ചതാണ്. ആൻഡ് അയാൾ പിന്നെയും എന്ത് ചെയ്യുന്നു, ഈ ഒഫൻസ് ചെയ്യുന്നു. ഈ സെയിം സെക്ഷനിലുള്ള ഒഫൻസ് പിന്നെയും കൺവിക്റ്റ് ആവുകയാണെങ്കിൽ, പിന്നെയും അയാളുടെ മേലെ ആ സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഒഫൻസ് തെളിയിക്കപ്പെടുകയാണെങ്കിൽ എന്താണ് അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ്, പിന്നെ ലൈഫ് ഇംപ്രിസൺമെന്റ് ഫോർ ദ റെസ്റ്റ് ഓഫ് ദെയർ നാച്ചുറൽ ലൈഫ്. അയാൾ പിന്നെ ജയിലിൽ പിടിച്ചിടാണ്, അല്ലെങ്കിൽ ഡെത്ത് പെനാൽറ്റി ആയിരിക്കും അയാൾക്ക് കിട്ടുന്നത്. ഈ ഒരു ഒഫൻസ് IPC പറഞ്ഞത് സെക്ഷൻ 376E ഓഫ് IPC ആണ്. ആൻഡ് ഈ ഒരു ഒഫൻസ് എന്താണ്, കൊഗ്നൈസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്. ആൻഡ് ഓൾസോ ഇത് ട്രയൽ നടത്തുന്നത് എവിടെയാണ്, കോർട്ട് ഓഫ് സെഷൻസിലാണ്. ഇനി അടുത്ത ഒഫൻസ് ആണ് സെക്ഷൻ 72 അടുത്ത ഒഫൻസ് പറയുന്നത്. ഡിസ്ക്ലോഷർ ഓഫ് ഒഫൻസസ് ഓഫ് വിക്ടിം ഓഫ് സർട്ടീൻ, ഇവിടെ ഡിസ്ക്ലോഷർ ഓഫ് ഐഡന്റിറ്റി ഓഫ് വിക്ടിം ആട്ടോ. ഡിസ്ക്ലോഷർ ഓഫ് ഐഡന്റിറ്റി ഓഫ് വിക്ടിം ആണ്. ഐഡന്റിറ്റി ആണ് ഇവിടെ വരുന്നത്. ഓക്കെ,
ഡിസ്ക്ലോഷർ ഓഫ് ഐഡന്റിറ്റി ഓഫ് വിക്ടിം ഓഫ് സർട്ടൈൻ ഒഫൻസസ്. അതായത് നമുക്കറിയാം, ഇപ്പൊ ഒരു പെൺകുട്ടീന്റെ റേപ്പ് നടക്കുകയോ നടക്കുമ്പോ, അല്ലെങ്കിൽ ഒരു റേപ്പ് വിക്ടിമിനെ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മൾ ന്യൂസ് ഒക്കെ കാണുമ്പോൾ ഒരിക്കലും അവരുടെ പേരോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോയോ ഒന്നും വെളിപ്പെടുത്താറില്ല. അതൊക്കെ എപ്പോഴും മറച്ചു വെച്ചിട്ടായിരിക്കും എല്ലാം ചെയ്യുന്നത്. സോ അങ്ങനെ ആരെങ്കിലും ഈ വിക്ടിമിന്റെ ഐഡന്റിറ്റി പബ്ലിഷ് ചെയ്താൽ അവരെ നമ്മൾ പണിഷ് ചെയ്യണ്ടേ? ചെയ്യണം. അതാണ് ഈ ഒരു ഒഫൻസിൽ പറയുന്നത്, സോറി ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. സോ പബ്ലിഷിംഗ് ദി വിക്ടിംസ് ഐഡന്റിറ്റി ക്രൈം ഒരു ആണ് എന്നാണ് പറയുന്നത്. ഇഫ് എനിവൺ പ്രിന്റ്സ് ഓർ പബ്ലിഷസ് the name or any detail that could reveal the identity of a victim involved in offenses like rape, sexual assault, gang rape, etc. under section 64 to 71. അതായത് സെക്ഷൻ 64 മുതൽ 71 പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒഫൻസിലുള്ള ഒരു പെൺകുട്ടീന്റെ പേരോ അല്ലെങ്കിൽ അവളുടെ ഐഡന്റിറ്റി പുറത്തേക്ക് വിടുന്ന എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ പുറത്ത് ആരെങ്കിലും പബ്ലിഷ് ചെയ്താൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? ഇംപ്രിസൺമെന്റ് അപ് ടു 2 years, 2 വർഷം വരെ അയാൾക്ക് തടവും അതുപോലെ തന്നെ ഫൈനും അയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. ഈ ഒരു ഒഫൻസ് IPC പറഞ്ഞത് ഏതായിരുന്നു? സെക്ഷൻ 228A ക്ലോസ് 1 2 ആണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഒഫൻസ് എന്താണ്? കൊഗ്നീസബിൾ ആണ്, ബെയിലബിൾ ഒഫൻസ് ആണ്. ഓക്കെ. ആൻഡ് ഓൾസോ ഇത് ട്രയൽ നടത്തുന്ന ഒരു മജിസ്ട്രേറ്റിന്റെ മുന്നിലായിരിക്കും ഇതിന്റെ ട്രയൽ ഉണ്ടാവുക. ഇതിനകത്ത് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. വെൻ പബ്ലിഷിംഗ് ഇസ് അലൗഡ്, എപ്പോഴൊക്കെയാണ് ഈ പറഞ്ഞ പബ്ലിഷിംഗ് അലൗഡ് ആയിട്ടുള്ളത്? ഒന്നെങ്കിൽ ഒരു പോലീസ്, അതായത് ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഗുഡ് ഫെയ്ത്തില് എന്ത് ചെയ്യുന്നു? പബ്ലിഷിംഗ് നടത്തുകയാണ്. ഇഫ് ഇറ്റ് ഈസ് ഡൺ ബൈ പോലീസ് അണ്ടർ എ റിട്ടൺ ഓർഡർ ഡ്യൂറിങ് ആൻ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഗുഡ് ഫെയ്ത്തിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അലൗഡ്. ആൻഡ് ഓൾസോ ബൈ വിക്ടിം അവളുടെ റിട്ടേൺ പെർമിഷൻ കൊടുക്കുകയാണ്, ദാറ്റ് പബ്ലിഷ് ചെയ്തോ എന്ന് പറയുകയാണെങ്കിലും അതെന്തല്ല, ഒരു ഒഫൻസ് ആയിട്ട് എടുക്കില്ല. ആൻഡ് ഓൾസോ ഇഫ് വിക്ടിം മരിച്ചുപോയി, ഇസ് ഡെഡ്, അല്ലെങ്കിൽ ഒരു ചൈൽഡ് ആണ്, അല്ലെങ്കിൽ മെന്റലി അൺഫിറ്റ് ആണ്, വിച്ച് മീൻസ് കൺസെന്റ് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവളുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആരെങ്കിലും എന്ത് ചെയ്യണം? ഈ പറഞ്ഞ റിട്ടേൺ പെർമിഷൻ കൊടുക്കണം. ആൻഡ് ഈ പെർമിഷൻ ആർക്കായിരിക്കണം കൊടുക്കേണ്ടത്? ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് വെൽഫെയർ ഓർഗനൈസേഷന്റെ ഹെഡ് അല്ലെങ്കിൽ സെക്രട്ടറിക്ക് ആയിരിക്കണം കൊടുക്കേണ്ടത്. ആൻഡ് ഈ പറഞ്ഞ വെൽഫെയർ ഓർഗനൈസേഷൻ എന്തായിരിക്കണം? സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് സെക്ഷൻ ആണ് സെക്ഷൻ 74. 74 എന്താണ് പറയുന്നത്? ഔട്ട്റേജിങ് മോഡസ്റ്റി ഓഫ് വുമൺ. ഒരു പെൺകുട്ടീന്റെ മോഡസ്റ്റീനെ എന്തെങ്കിലും ചെയ്യുന്നു. അതായത് എങ്ങനെയാണ് ഒരു പെൺകുട്ടീന്റെ മോഡസ്റ്റീനെ കളങ്കപ്പെടുത്തുന്നത്? ബൈ അസോൾട്ടിങ് എ വുമൺ. അസോൾട്ട് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അറ്റാക്കിനെയാണ് അസോൾട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ യൂസസ് ക്രിമിനൽ ഫോഴ്സ് ഹോണർ. ക്രിമിനൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എന്തെങ്കിലും പിടിച്ച് തള്ളുകയോ അല്ലെങ്കിൽ ഗ്രാബ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവളെ ഇൻഅപ്രോപ്രിയറ്റ്ലി ടച്ച് ചെയ്യുകയാണെങ്കിൽ, ഇതൊക്കെയാണ് ക്രിമിനൽ ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇന്റെൻഡിങ് ടു ഇൻസൾട്ട് ഹെർ മോഡസ്റ്റി, അവളുടെ മോഡസ്റ്റീനെ ചൂഷണം ചെയ്യണമെങ്കിൽ അത് ഇൻസൾട്ട് ചെയ്യണം എന്നുള്ള ഇന്റൻഷനോട് കൂടി എന്തെങ്കിലും ചെയ്യുന്നു. അല്ലെങ്കിൽ നോയിങ് ദാറ്റ് ഹിസ് ആക്ഷൻസ് ആർ ലൈക്ലി ടു ഇൻസൾട്ട് ഹെർ മോഡസ്റ്റി, അതായത് ഇങ്ങനെ ചെയ്താൽ അവൾക്ക് അവളുടെ മോഡസ്റ്റീനെ ഇൻസൾട്ട് ചെയ്യും എന്ന് അയാൾക്ക് ബോധമുണ്ട്, അതായത് വിത്ത് ഇന്റൻഷൻ അയാൾ എന്തെങ്കിലും ചെയ്യുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ചെയ്യണം, ഈ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണ്, ഒരാള് ഒരു സ്ത്രീനോടോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടീനോടോ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? മിനിമം 1 year ഓഫ് പണിഷ്മെന്റ്. അതായത് മിനിമം അയാൾക്ക് കിട്ടുന്നത് 1 വർഷം ഓഫ് പണിഷ്മെന്റും. അത് എത്ര വർഷം വരെ പോകാം? 5 വർഷം വരെ പോകാം. ആൻഡ് ഓൾസോ ഫൈനും അവിടെ ആപ്ലിക്കബിൾ ആണ്. ഇനി അത് വരുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 354 ഓഫ് IPC-യിലാണ് വരുന്നത്. ആൻഡ് ഓൾസോ ആ ഒരു ഒഫൻസ് എന്താണ്? കൊഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്, നോൺ ബെയിലബിൾ ആണ് ആൻഡ് നോൺ കോമ്പൗണ്ടബിൾ ആണ്. അതും ട്രയബിൾ ബൈ ഒരു മജിസ്ട്രേറ്റിന്റെ അടുത്ത് നമുക്ക് ട്രയൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കേസാണ്. ഓക്കെ. അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 75. സെക്ഷൽ ഹറാസ്മെന്റ് ആണ്
75 പറയുന്നത്. സോ ആദ്യം നമുക്ക് എന്തൊക്കെയാണ് സെക്ഷൽ ഹറാസ്മെന്റ് ആയിട്ട് വരുന്നതെന്ന് നോക്കാം. ഇഫ് എ മാൻ ഡസ് എനി ഓഫ് ദ ഫോളോയിങ്, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഏതെങ്കിലും ഒരാണ് ചെയ്യുകയാണെങ്കിൽ അത് എന്തിന്റെ അണ്ടറിൽ വരും? സെക്ഷൽ ഹറാസ്മെന്റ് അണ്ടറിൽ വരും. ഫസ്റ്റ് വൺ, ടച്ചസ് ഓർ മേക്സ് ഫിസിക്കൽ അഡ്വാൻസസ് വിത്ത് അൺവാണ്ടഡ് സെക്ഷൽ ഇന്റന്റ്. അതായത് ആവശ്യമില്ലാതെ ഒരു അൺവാണ്ടഡ് ആയിട്ടൊരു സെക്ഷൻ ഇന്റൻഷനോട് കൂടി ഒരു പെൺകുട്ടീനെ ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ അഡ്വാൻസസ് മേക്ക് ചെയ്യുന്നു, ഓക്കെ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സെക്ഷൽ ഫേവേഴ്സിന് വേണ്ടി ചോദിക്കുന്നു, ആസ്ക് ഫോർ സെക്ഷൽ ഫേവേഴ്സ്, എന്തെങ്കിലും സെക്ഷൽ ഫേവേഴ്സ് അവളോട് ചോദിക്കുന്നു, അതായത് അറിയാം ഇങ്ങനെ ചോദിച്ചാല് അയാൾക്ക് എന്താണ് ആ ഒരു പെൺകുട്ടീനെ ആ പെൺകുട്ടീന്റെ സമ്മതമില്ലാണ്ടായിരിക്കണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഓക്കെ. ആൻഡ് ഷോസ് പോണോഗ്രഫി അഗൈൻസ്റ്റ് എ വുമൻസ് വിൽ, അവളുടെ സമ്മതമില്ലാതെ അവളെ പോണോഗ്രഫി കാണിക്കുക, അല്ലെങ്കിൽ മേക്ക് സെക്ഷൽ ഒഫൻസീവ് കമന്റ്സ് ഓർ ജോക്സ്. ഈ പറഞ്ഞ ആദ്യത്തെ 3 കാര്യങ്ങൾക്ക് ഒരു പണിഷ്മെന്റും അവസാനം പറഞ്ഞ ഈ 4ാമത്തെ ഒഫൻസ് ഇല്ലേ അതിന് വേറൊരു പണിഷ്മെന്റും ആണ് BNS കൊടുത്തിട്ടുള്ളത്. സോ ഇയാൾ എന്താണ്? ഹി ഈസ് ഗിൽറ്റി ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ്. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ ഹി വിൽ ബി ഗിൽറ്റി ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ്. ആൻഡ് പണിഷ്മെന്റ് പറയുമ്പോൾ ഈ 3 ഒരു പണിഷ്മെന്റും ഈ 4ാമത്തത് വേറെ പണിഷ്മെന്റുമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് പണിഷ്മെന്റ് ഫോർ സീരിയസ് ആക്ട്, ആദ്യത്തെ 3 പോയിന്റ് ആണ് സീരിയസ് ആക്ടിൽ വരുന്നത്. ആദ്യത്തെ 3 കാര്യങ്ങൾ ചെയ്താൽ ആൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ അപ് ടു 3 years ഓഫ് റിഗ്രസ് ഇംപ്രിസൺമെന്റ്, 3 വർഷം വരെ റിഗ്രസ് ഇംപ്രിസൺമെന്റ്, അല്ലെങ്കിൽ ഫൈന്, അല്ലെങ്കിൽ രണ്ടും കൊടുക്കാൻ പറ്റും. ഇനി അവസാനത്തെ 4ാമത്തെ പോയിന്റ് മാത്രം, അതായത് എന്തെങ്കിലും സെക്ഷൽ കമന്റോ ജോക്കോ ആണ് അയാൾ ഒരു പെൺകുട്ടീനോട് പറയുന്നത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? അപ് ടു 1 year ഓഫ് ഇംപ്രിസൺമെന്റ്, 1 വർഷം വരെ തടവും, അല്ലെങ്കിൽ ഫൈന്, അല്ലെങ്കിൽ രണ്ടും ഉണ്ടാകും. ഇത് IPC പറഞ്ഞ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 354A ആണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു ഒഫൻസ് എന്താണ്? കോഗ്നൈസബിൾ ആയിട്ടൊരു ഒഫൻസ് ആണ്, നോൺ ബെയിലബിൾ ആണ്, ആൻഡ് കോർട്ട് ഓഫ് സെഷനിലാണ് ഈ ഒരു ഒഫൻസ് ട്രയൽ നടത്തുന്നത്. ഇനി അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 76. അതിനകത്ത് പറയുന്നതാണ് ഡിസ്റോബിങ്. ഡിസ്റോബിങ് എന്ന് വെച്ചാൽ എന്താണ്? വസ്ത്രം അഴിക്കുന്നു, ഒരു പെൺകുട്ടിയുടെ വസ്ത്രം അഴിക്കുന്നതിനാണ്. അസോൾട്ട് ഓർ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു വുമൻ വിത്ത് ഇന്റന്റ് ടു ഡിസ്റോബ്. ആ പെൺകുട്ടീനെ ഡിസ്റോബ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവളുടെ എന്തെങ്കിലും ക്രിമിനൽ ഫോഴ്സ് അല്ലെങ്കിൽ അസോൾട്ട് ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? പെൺകുട്ടീനെ അസോൾട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിക്കുന്നു. ക്രിമിനൽ ഫോഴ്സ് എങ്ങനെ ഉപയോഗിക്കുന്നു? ഒന്നെങ്കിൽ പുഷ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രാബ് ചെയ്യുക, അല്ലെങ്കിൽ ഹെൽപ്പ് സമ്മൺ എൽസ്, അതായത് അബറ്റ് ചെയ്യുക, അത് മറ്റൊരാളെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. വിത്ത് ദ ഇന്റൻഷൻ, എന്താണ് അയാളുടെ ഇന്റൻഷൻ? ടു റിമൂവ് ഹെർ ക്ലോത്ത്സ് ഓർ ഫോഴ്സ് ഹെർ ടു ബി നേക്കഡ്, ഒന്നെങ്കിൽ അവളെ ക്ലോത്ത് അഴിക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവളെ നേക്കഡ് ആക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു. അങ്ങനെ ആണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്ന് വെച്ചാൽ മിനിമം 3 വർഷവും മാക്സിമം അല്ലെങ്കിൽ എത്രത്തോളം പോകാം 7 വർഷം വരെ ഉള്ള ഇംപ്രിസൺമെന്റ് കിട്ടും. ആൻഡ് ഓൾസോ അവിടെ ഫൈനും ആപ്ലിക്കബിൾ ആണ്, അവിടെ ഫൈനും കൊടുക്കേണ്ടതാണ്. ആൻഡ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് IPC പറയുന്ന സെക്ഷൻ 354B ആണ്. ആൻഡ് ഈ ഒരു ഒഫൻസ് എന്താണ്? ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആണ്, നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്, ആൻഡ് കോർട്ട് ഓഫ് സെഷനിലാണ് ഇതിന്റെ ട്രയൽ നടക്കുന്നത്. ഇനി അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 77. സെക്ഷൻ 77 പറയുന്നത് വോയറിസം ആണ്. വോയറിസം എന്ന് വെച്ചാല് ഇപ്പോ ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു പെൺകുട്ടി, ഇപ്പം ഒരു പെൺകുട്ടി എന്താണ് തനിച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ആക്ട്, അതായത് ഇപ്പൊ എന്തെങ്കിലും വസ്ത്രം മാറുകയോ, അല്ലെങ്കിൽ ഇപ്പം സെക്സിൽ ഏർപ്പെടുകയോ, മറ്റൊരു വ്യക്തിയായിട്ട് സെക്സിൽ ഏർപ്പെടുകയോ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു പ്രൈവറ്റ് ആക്ട് അവള് വിശ്വസിക്കുന്നു, അവള് പ്രൈവറ്റ് ആയിട്ട് ചെയ്യുകയാണ്, ആരും അവളെ വാച്ച് ചെയ്യുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമയത്ത് അവൾ എന്ത് ചെയ്യുന്നു? അവളെ ഒന്നെങ്കിൽ ആ സമയത്ത് വാച്ച് ചെയ്യുകയോ, അല്ലെങ്കിൽ അവൾ ആ ചെയ്യുന്ന ആക്ടിന്റെ ഫോട്ടോസോ വീഡിയോസോ റെക്കോർഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, വിത്തൗട്ട് ഹെർ കൺസെന്റ് ഇതൊക്കെ ചെയ്യുകയാണെങ്കിലാണ് ഈ പറഞ്ഞ വോയറിസത്തിന്റെ അണ്ടറിൽ വരുന്നത്. ദൃശ്യം മൂവി ഓർത്താൽ മതി, ഇതിനകത്ത് വരുൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ വോയറിസത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇഫ് എ പേഴ്സൺ വാച്ചസ് or records എന്ന് പറഞ്ഞാൽ take photo or video or share such image of a woman in private act without her
പെർമിഷൻ ഇൻ എ പ്ലേസ് വെയർ ഷീ എക്സ്പെക്ട്സ് പ്രൈവസി. അവള് പ്രൈവസി അവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ലൈക്ക് ബാത്റൂം, ബെഡ്റൂം, ചേഞ്ചിങ് റൂം, ദെൻ അതെന്താണ്, ഒരു പണിഷബിൾ ഒഫൻസ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ അതൊരു പണിഷബിൾ ഒഫൻസ് ആണ്. എന്താണ് പണിഷ്മെന്റ്? ഫസ്റ്റ് ഒഫൻസ്, അതായത് ആദ്യമായിട്ടാണ് അയാൾ അത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ജയില് കിട്ടാം, അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് എത്ര വർഷമാണ്? 1 മുതൽ 3 വർഷം വരെ കിട്ടാം. ആൻഡ് ഓൾസോ ഫൈനും അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങാം. ഇനി സെക്കൻഡ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഒഫൻസ്, വട്ടം ചെയ്ത് പിന്നെയും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ കിട്ടുന്നത് ഇംപ്രിസൺമെന്റ് ഫോർ 3 to 7 years അയാളുടെ കയ്യിൽ നിന്ന് അപ്പോഴും ഫൈൻ വാങ്ങാൻ പറ്റും. ഇനി എന്താണ് ഈ പറഞ്ഞ പ്രൈവറ്റ് ആക്ട്? നമ്മൾ പറഞ്ഞു ഒരു പെൺകുട്ടി പ്രൈവറ്റ് ആക്ടിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ പ്രൈവറ്റ് ആക്ടിൽ വരുന്നത്? When a woman is naked or partly undressed using the toilet, involved in a sexual act in any place where privacy is expected, ഒന്നെങ്കിൽ നേക്കഡ് ആയിട്ടോ അല്ലെങ്കിൽ പാർട്ട്ലി അൺഡ്രസ്ഡ് ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സെക്ഷൽ ആക്ടിൽ ഇൻവോൾവ് ആകുമ്പോൾ, അല്ലെങ്കിൽ എവിടെയായാലും അവള് പ്രൈവസി എക്സ്പെക്ട് ചെയ്യുന്ന എവിടെയാണെങ്കിലും അവളെ വാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ വീഡിയോ ഫോട്ടോ എടുക്കുന്നതൊക്കെ ഈ ആക്ടിന്റെ അണ്ടറിൽ വരും. ആൻഡ് ഓൾസോ ഇപ്പം ചിലപ്പോൾ ഒരു പെൺകുട്ടി ഒരാൾക്ക് കൺസെന്റോട് കൂടി, അവളുടെ സമ്മതത്തോടു കൂടി ചിലപ്പോൾ ഒരാൾക്ക് ആ വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടാകും. ആൻഡ് ഓൾസോ അവിടെ പറഞ്ഞിട്ടുണ്ടാകും ദാറ്റ് ഇത് വേറെ ആർക്കും ഷെയർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, എന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ്, ഇയാളെ വീഡിയോ വേറെ ആർക്കെങ്കിലും കൊടുത്താലും ഈ ഒഫൻസ് അതും ഇതിന്റെ അണ്ടറിൽ, വോയറിസത്തിന്റെ അണ്ടറിൽ വരും. ഇഫ് ഷീ അലോഡ് ദ റെക്കോർഡിംഗ് ബട്ട് ഡിഡ് നോട്ട് അലോ ഇറ്റ് ടു ബി ഷെയർഡ്, ദെൻ ഷെയറിംഗ് ഇറ്റ് ഈസ് സ്റ്റിൽ എ ക്രൈം. അതും ഇതിന്റെ അണ്ടറിൽ വരും. അതൊരു ക്രൈം ആയിട്ട് തന്നെ നമ്മൾ കണക്കാക്കുന്നുണ്ട്. വോയറിസം IPC പറഞ്ഞത് സെക്ഷൻ 354C വോയറിസം എന്താണ്? ഒരു കോഗ്നൈസബിൾ, നോൺ ബെയിലബിൾ ആൻഡ് കോർട്ട് ഓഫ് സെഷനിൽ ട്രയൽ നടത്താൻ പറ്റുന്ന ഒരു ഒഫൻസ് ആണ്. ഇനി അടുത്ത ഒഫൻസ് ആണ് സെക്ഷൻ 78 പറയുന്നത് സ്റ്റോക്കിംഗ്. സോ ഫസ്റ്റ് പറയുന്നത് വാട്ട് ഈസ് സ്റ്റോക്കിംഗ്? എന്താണ് സ്റ്റോക്കിംഗ് എന്നാണ് ആദ്യം പറയുന്നത്. A man commits stalking if he follows a woman or keeps trying to contact her repeatedly even when she clearly shows she is not interested, or watches or tracks her activities online like her use of internet, email or other digital communication. അതായത് ഒന്നെങ്കിൽ അയാൾ ആ ഒരു പെൺകുട്ടീനെ ഡയറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, അതായത് അവള് എവിടെയെങ്കിലും പോകുമ്പോൾ അവളുടെ പുറയിലൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ പോവുക. ആൻഡ് ഓൾറെഡി അവള് പറഞ്ഞിട്ടുണ്ട് ദാറ്റ് എനിക്കിത് ഇങ്ങനെ എന്റെ പുറയിൽ ഇങ്ങനെ നടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈവൻ ദോ അങ്ങനെ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല, അവൾ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അയാൾ പുറയിൽ പോവുക. അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട്, നൗഡേയ്സ് നമുക്കറിയാം എന്താണ് ഓൺലൈൻ ആയിട്ടാണ് ആൾക്കാർ സ്റ്റോക്ക് ചെയ്യുന്നത്. എങ്ങനെ? അവള് യൂസ് ചെയ്യുന്ന ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഇമെയിൽ അല്ലെങ്കിൽ അതർ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ട്രാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഹാക്ക് ഒക്കെ ചെയ്തിട്ട് അവളെ സ്റ്റോക്ക് ചെയ്യുന്നതാണ്. അതൊക്കെ ഈ സ്റ്റോക്കിങ്ങിന്റെ അണ്ടറിൽ വരും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് എക്സെപ്ഷൻസ് പറയുന്നതുണ്ട്. എപ്പോഴൊക്കെയാണ് സ്റ്റോക്കിംഗ് അല്ലാതാവുന്നത്? അതായത് ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ആരെങ്കിലും ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ ഹാക്ക് ചെയ്താലൊന്നും എന്തിന്റെ അണ്ടറിൽ വരില്ല, സ്റ്റോക്കിങ്ങിന്റെ അണ്ടറിൽ വരില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ലീഗൽ ഓർഡറിന്റെ ഭാഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റീസണബിൾ ആൻഡ് ജസ്റ്റിഫൈഡ് റീസൺ കൊടുക്കണം. ആ പെൺകുട്ടി അയാൾ പറയാണ് ദാറ്റ് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഹാക്ക് ചെയ്യാനുള്ള റീസൺ, അത് ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള റീസൺ കൊടുക്കുകയാണെങ്കിൽ എന്തായിട്ട് വരില്ല, അത് സ്റ്റോക്കിങ്ങിന്റെ അണ്ടറിൽ വരില്ല. ഇൻ കേസ് ഈ 3 എക്സെപ്ഷൻസിന്റെ അണ്ടറിലല്ല, നേരത്തെ പറഞ്ഞ പോലെ മനഃപൂർവ്വം സ്റ്റോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താ? ഫസ്റ്റ് ഒഫൻസ്, അതായത് ആദ്യമായിട്ട് അയാളെ പിടിക്കുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്നത് അപ് ടു 3 years, 3 വർഷം വരെ ഇംപ്രിസൺമെന്റും ഫൈനും അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഇനി റിപ്പീറ്റ് ഒഫൻസ്, അതായത് പിന്നീടും ചെയ്തു എന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്നത് എന്താണ്? ജയിൽ അപ് ടു 5 years, 5 വർഷം വരെ തടവും ഫൈനും അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും. ഇനി IPC ഇത് പറഞ്ഞത് ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 354D ഓഫ് IPC ഇത് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഒഫൻസ് എന്ന് പറയുന്നത് കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്, നോൺ ബെയിലബിൾ ആണ് ആൻഡ് മജിസ്ട്രേറ്റ് കോർട്ടിലാണ് ഇതിന്റെ ട്രയൽ നടത്തുന്നത്. ഇനി അടുത്ത ഒരു ഒഫൻസിനകത്ത് വുമൻസിന്റെ അഗേൻസ്റ്റുള്ള ഒഫൻസ് ലാസ്റ്റ് ഒഫൻസ് ആണ് സെക്ഷൻ 79
അതിൽ പറയുന്നത് ഇൻസൾട്ട് ടു മൊഡസ്റ്റി ഓഫ് വുമൺ. ഒരു വുമണിന്റെ മൊഡസ്റ്റിനെ ഇൻസൾട്ട് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറയുന്നത് ഔട്ട്റേജിങ് ദ മൊഡസ്റ്റി ഓഫ് വുമൺ ആണ്. ഇവിടെ ഇൻസൾട്ട് ടു മൊഡസ്റ്റി ഓഫ് വുമൺ ആണ് സെക്ഷൻ 79 പറയുന്നത്. ഓക്കെ, അതായത് ഇഫ് എ വുമൺ ഡസ് എനി ഓഫ് ദ ഫോളോയിങ് വിത്ത് ദ ഇന്റൻഷൻ ടു ഇൻസൾട്ട് എ വുമൻസ് മൊഡസ്റ്റി. ഒരു പേഴ്സൺ എന്ത് ചെയ്യുകയാണ്, ഒരു വുമണിന്റെ മൊഡസ്റ്റിനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും 4 കാര്യങ്ങൾ ചെയ്യുന്നു. എന്താണ്? സേസ് സംതിങ് ഒഫെൻസീവ്, എന്തെങ്കിലും ഒഫെൻസീവ് ആയിട്ടുള്ള കാര്യം അവളെ പറ്റി പറയുന്നു അല്ലെങ്കിൽ അവളോട് പറയുന്നു. മേക്സ് വൾഗർ സൗണ്ട്സ് ഓർ ജെസ്റ്റേഴ്സ്, അതായത് അവളെ നോക്കിയിട്ട് എന്തെങ്കിലും വൾഗർ ആയിട്ടുള്ള സൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ജെസ്റ്റേഴ്സ് അവളെ നോക്കി കാണിക്കുന്നു. ഷോസ് ആൻ ഒബ്ജക്ട് ഓർ ഇമേജ് മെൻ ടു ഇൻസൾട്ട് ഹെർ, അതായത് ആ പെൺകുട്ടീനെ അല്ലെങ്കിൽ ഒരു സ്ത്രീനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഇമേജോ കാണിക്കുന്നു. അല്ലെങ്കിൽ ഇൻവേഡ് ഹെർ പ്രൈവസി, അവളുടെ പ്രൈവസീനെ ഇൻവേർഡ് എന്ന് വെച്ചാൽ അവളുടെ പേഴ്സണൽ സ്പേസിൽ കയറി അവളുടെ പ്രൈവസി ഇൻവേർഡ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത് സിമ്പിൾ ഇംപ്രിസൺമെന്റ് അപ് ടു 3 years, 3 വർഷം വരെ സിമ്പിൾ ഇംപ്രിസൺമെന്റും അതുപോലെ തന്നെ അവളുടെ കയ്യിൽ നിന്ന് ഫൈനും വാങ്ങാൻ പറ്റുന്നതായിരിക്കും. ഇനി ഇത് IPC പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 509 ആണ്. ആൻഡ് ഓൾസോ ഈ ഒരു ഒഫൻസ് എന്താണ്? കൊഗ്നൈസബിൾ ആണ്, ബെയിലബിൾ ആണ് ആൻഡ് കോമ്പൗണ്ടബിൾ ആണ്. കോമ്പൗണ്ടബിൾ മീൻസ് കോംപ്രമൈസ് നടത്താൻ പറ്റുന്ന ഒരു ഒഫൻസ് ആണ്. പക്ഷെ കോമ്പൗണ്ടബിൾ വിത്ത് പെർമിഷൻ ഓഫ് ദ കോർട്ട്, അതായത് കോർട്ടിന്റെ പെർമിഷനോട് കൂടിയായിരിക്കണം കോമ്പൗണ്ടബിൾ ആകുന്നത്. ആൻഡ് ഒരു മജിസ്ട്രേറ്റിന്റെ മുന്നിലാണ് ഈ ഒരു ഒഫൻസ് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് വുമൻസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒഫൻസസ് വരുന്നത്. ഇനി അടുത്തത് ഒഫൻസസ് റിലേറ്റിംഗ് ടു മാരേജ് ആണ്. അത് അടുത്ത ഒരു പാർട്ടിൽ നമുക്ക് പറയാം.